നമസ്കാരം. ജാമിയൽ ഫുത്തൂഹിലാണ്. ജാമിയൽ ഫുത്തൂഹ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം കൂട്ടായ്മയുടെ വലിയ വിജയമെന്നാണ്. അതെ, അക്ഷരാർത്ഥത്തിൽ കൂട്ടായ്മയുടെ വലിയ വിജയമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ്. കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി, ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി. ആ രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഈ പള്ളി ഒരുക്കിയിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് എല്ലാ മതവിശ്വാസികൾക്കും തീർത്ഥാടനത്തിന് എത്താൻ പറ്റുന്ന ഒരു ആരാധനാലയം എന്നതുകൂടിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 8 വർഷം നീണ്ട ശ്രമഫലമായി പണിതു തീർത്ത ഈ വലിയ ആത്മീയ സൗധം. ഈ ഗ്രാൻഡ് മസ്ജിദിലേക്കാണ് 24 സംഘം കടക്കുന്നത്. ഗ്രാൻഡ് മസ്ജിദിന് അകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ പള്ളിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. വലുപ്പത്തിൻ്റെ സവിശേഷത മാത്രമല്ല, അതിലപ്പുറത്തേക്ക് ഇതിൻ്റെ നിർമ്മാണ രീതിയിൽ വിവിധ വാസ്തുശില്പ നിർമ്മാണ രീതികളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും കമനീയമായ രീതിയിൽ ഈ പള്ളി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തിയാൽ ആർക്കും അല്പനേരം ഏറെ ചിലവഴിച്ചേ മടങ്ങാനാകും. ഇതിനകത്തേക്ക് പോവുകയാണ് നമ്മൾ, ആ കാഴ്ചയിലേക്ക്. ഇന്ത്യയിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അടയാളപ്പെടുത്തപ്പെടുന്ന ഗ്രാൻഡ് മസ്ജിദ്, ആ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ശില്പികളിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഏകോപനങ്ങളെല്ലാം നടന്നതെങ്കിലും മർക്കസ് നോളജ് സിറ്റിയുടെ ഡയറക്ടർ, വിദ്യാഭ്യാസ ഇസ്ലാമിക മതപഠനത്തിൻ്റെ അമരക്കാരനായ ഡോക്ടർ അക്കീം അസേരിയായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏകോപന ചുമതല നിർവഹിച്ചത്. അദ്ദേഹം 24-നൊപ്പം ചേരുകയാണ്. ഈ മസ്ജിദ് ഇന്ത്യയിൽ എങ്ങനെ ഷോക്കേസ് ചെയ്യപ്പെടും എന്നാണ്? ഒന്ന്, ഇത് പ്രകൃതി സൗഹൃദ മസ്ജിദാണ്. മറ്റൊന്ന്, ഇതിൻ്റെ ലൊക്കേഷൻ തന്നെ ഏറ്റവും സൗന്ദര്യപ്രദമായ വെസ്റ്റേൺ ഗാർഡിൻ്റെ മടിത്തട്ടിലാണ് കുടികൊള്ളുന്നത്. ഈ മസ്ജിദ് പ്രത്യേകിച്ച് ഇതിൻ്റെ നിർമ്മാണമാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പാവപ്പെട്ടവരുടെ മസ്ജിദാണ് എന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ കൊച്ചു കൊച്ചു സഹായം കൊണ്ടുണ്ടായ ഒരു വലിയ മസ്ജിദ് എന്നത് ലോകത്ത് തന്നെ മോണിമെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, ഈ കാഴ്ച മസ്ജിദുകളൊക്കെ തന്നെ ആരാധനകൾ കൊണ്ട് നിബിഡമാകണം എന്നില്ല. ഇവിടെ 24 മണിക്കൂറും ആരാധനകളും അധ്യാപനങ്ങളും പഠന പരിപാടികളും ആയി കൂടുതൽ ആളുകൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ്. ഈ വർഷം റമദാനിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റം ഉണ്ടായത്. നിത്യേന 3000 അതിലധികം ആളുകൾ സന്ദർശിക്കുന്ന ഈ ഒരു സ്ഥലം ഈ റമദാൻ കാലത്ത് 100,000-ഓളം ആളുകൾ സന്ദർശിക്കുകയുണ്ടായി. പിന്നെ ഈ മസ്ജിദിനോടനുബന്ധിച്ചുള്ള ലൈബ്രറി ഉണ്ട്. ഇത് മറ്റു മതക്കാരായ ആളുകൾക്കും മറ്റു സംസ്കാരത്തിൻ്റെ ആളുകൾക്കൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയുള്ള ഇടങ്ങളും പ്രത്യേകമായ ലൈബ്രറിയും മ്യൂസിയവും അവർക്കൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും എല്ലാമുള്ള ഒരു സൗകര്യങ്ങൾ ഈ മസ്ജിദിലുണ്ട് എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദിൻ്റെ എല്ലാ ഇടത്തും കാണാം ഒരു അന്താരാഷ്ട്ര നിലവാരം. പള്ളിയിലേക്ക് കടന്നാൽ ആദ്യം എത്തുന്നത് ഇവിടെയാണ്. ഇത് അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ലോഞ്ചാണ്. വെസ്റ്റേൺ ഗാർഡിൽ പശ്ചിമ ഘട്ടത്തിനോട് ചേർന്ന് പാരിസ്ഥിതികമായി വളരെ മനോഹരമായ ഒരു നിർമ്മാണം. മാത്രവുമല്ല, ഇവിടെ എത്തിയാൽ പ്രകൃതിയുടെ സൗന്ദര്യം കൂടി, വയനാടിൻ്റെ മലമടക്കുകളുടെ പച്ചപ്പിൻ്റെ സൗന്ദര്യം കൂടി ആസ്വദിക്കാനാകും. ആ കാഴ്ചയിലേക്ക് കൂടി നമുക്ക് കടക്കാം.
അന്താരാഷ്ട്ര സ്പിരിച്വൽ ടൂറിസം സെൻറ്റർ എന്നുള്ള നിലയിലേക്ക് ഈ മസ്ജിദ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ USP ആയി അടയാളപ്പെടുന്നത്? ഒന്ന്, മതേതരമായൊരു മുഖം ആ പള്ളിക്കുണ്ട് എന്നുള്ളതാണ്. എല്ലാ മതസ്ഥർക്കും വരികയും കാണുകയും അവിടുത്തെ ലൈബ്രറികളും മറ്റും സൗകര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിനെ അടയാളപ്പെടുത്തുക? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വൈജ്ഞാനിക കേന്ദ്രമായി നിന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. കുറ്റിച്ചിറയിലെ ജുമാ മസ്ജിദിൽ ഇന്തോനേഷ്യ, മലേഷ്യ, ജാവ, ശ്രീലങ്ക, അതുപോലെ തന്നെ ബർമ്മ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, കൂടാതെ തുർക്കി, ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളുമായി അവിടുത്തെ അധ്യാപകന്മാർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെല്ലാം ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്ടും അതുപോലെ പൊന്നാനിയിലും. കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഒരാളായിരുന്നു പൊന്നാനിയിലെ ഷേഖ് മഖ്ദൂം. ഷേഖ് മഖ്ദൂമാണ് കോഴിക്കോടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു കൊടുത്തുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സമരത്തിൽ മുന്നിൽ നിർത്തുന്നത്. അപ്പോൾ അന്ന് വാണിജ്യവും പഠനവും, വാണിജ്യത്തിലൂടെ എത്തിച്ചേർന്ന സംസ്കാരമാണ് കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസ്ജിദിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള സൂഖ് ഈ അടിസ്ഥാനത്തിൽ മലബാറിൻ്റെ പഴയകാല പ്രതാപത്തെ ലോകത്തിന് മുന്നിൽ വീണ്ടും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഇവിടുത്തെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെയും മറ്റും ലഭ്യത അത് ഈ സൂക്കിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലോകോത്തര ടൂറിസ്റ്റുകൾ അവരിവിടെ വന്നാൽ കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ, പിന്നെ ഇന്ത്യയുടെ തന്നെ വിവിധ സ്റ്റേറ്റുകളിലുള്ള പ്രത്യേകമായ കശ്മീരി ഷോള്, മുറാദാബാദി പീത്തള്, അതുപോലെ ബനാറസി ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാറ്റിൻ്റെയും ഒരു ഷോക്കേസ് കൂടി മസ്ജിദിനോട് ചേർന്നുള്ള സൂക്കിൽ വരുന്നു എന്നതും, പിന്നെ ഇതിൽ സാംസ്കാരിക പരിപാടികൾ, ഫോക്ലോർ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഈ മലബാർ ഫോക്ലോർ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാല് മുഖവും ഒരുപോലെയുള്ള പള്ളി, അങ്ങനെ ഒരു പള്ളി ഇന്ത്യയിൽ ഇല്ലെന്നുള്ളതാണ് അറിവ്. ലോകത്ത് തന്നെ എത്ര പള്ളികൾ നാല് മുഖവും ഒരുപോലെയുണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക സാഹസമാണ്. ഈ പള്ളിയുടെ പ്രാർത്ഥനാ ഹാളിലേക്ക് പോകുന്ന ഇടനാഴിയാണ്. വളരെ വിശാലമായ മനോഹരമായ ഇടനാഴി. വാസ്തുശില്പത്തിൻ്റെ കമനീയമായ സവിശേഷത തന്നെയാണ് ഈ പള്ളിയെ കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന, അല്ലെങ്കിൽ കണ്ടവർ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് തോന്നിക്കുന്ന ഒരു പ്രത്യേകത നൽകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ പച്ചപ്പിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ ഈ പള്ളിയിലെത്തിയാൽ സാധിക്കുമെന്നതാണ് ഒരു പ്രത്യേകത. ഈ പള്ളിയുടെ ചുറ്റും ഹരിത പ്രോട്ടോക്കോൾ പാലിക്കപ്പെടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഇവിടെ എത്തുന്ന ഓരോ മഴത്തുള്ളിയും നഷ്ടപ്പെടാതെ സംഭരിക്കപ്പെടുന്ന ഒരു ശാസ്ത്രീയ രീതി കൂടി റെയിൻ ഹാർവെസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഗ്രാൻഡ് മസ്ജിദിലെ പ്രാർത്ഥനാ ഹാളിലാണ്, വലിയ പ്രാർത്ഥനാ ഹാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തിയാൽ അല്പനേരം ചെലവഴിക്കാൻ തോന്നും. പിന്നീട് ഇവിടെ നിന്നും പോവാതിരിക്കാൻ മനസ്സ് പറയും. അത്രമേൽ നല്ല അന്തരീക്ഷമാണ് ഈ പ്രാർത്ഥനാ മന്ദിരത്തിന് ഉള്ളതെന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലം ആദ്യകാലത്തിൽ പ്രാർത്ഥന നടത്തിയ മദീന മസ്ജിദിലെ കലിയോഗ്രാഫി നിർവഹിച്ച തുർക്കി കുടുംബമാണ് ഈ പള്ളിക്കകത്തെ കുബ്ബയിലെ ഡോമിലെ കലിയോഗ്രഫി നിർവഹിച്ചത് എന്നുള്ളത് ലോക ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു അധ്യായമാണ്. വാസ്തുശില്പത്തിൽ പൗരാണിക ഈജിപ്ഷ്യൻ, മൊറോക്കൻ, മുഗൾ
വാസ്തുശില്പകലകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട്, എന്നാൽ ഇത് നിലവിലില്ലാത്ത ഒരു പുതിയ സംവിധാന രീതിയിലാണ് ഈ മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. GFRC ഡോമാണ്, അതുപോലെ GFRC കാലിഗ്രാഫിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിൻ്റെ ഇന്നർ കാലിഗ്രാഫി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോകപ്രശസ്ത തുർക്കിഷ് കാലിഗ്രാഫിസ്റ്റുകളാണ്. പിന്നെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട 4 ഇമാമുകൾ, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇമാമുകളുടെ പേരിലാണ് ഇതിൻ്റെ തൂണുകൾക്ക് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴികക്കുടത്തിന് ഏറ്റവും മേലെ പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്താണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സൂറത്ത് മുസമ്മിലും മസ്ജിദിൻ്റെ പേരിനോട് യോജിച്ചു വരുന്ന സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന സൂറത്തുമാണ് ഇതിൽ ഉല്ലേഖനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മസ്ജിദിനെ ഞങ്ങൾ പരിസ്ഥിതി സൗഹൃദം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ നിർമ്മാണത്തിൽ സിമൻറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ഇരുമ്പും മരവുമാണ് ഇതിലേറ്റവും കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് വരുന്ന മുഴുവൻ വെള്ളവും, ഇതിൻ്റെ ഭൂമിയിൽ നിന്ന് മഴ പെയ്തു വരുന്ന മുഴുവൻ വെള്ളവും സംഭരിക്കാനുള്ള വിശാലമായ ജലസംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ജലസംഭരണിയിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇവിടുത്തെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും. ഇവിടെ വെള്ളത്തിൻ്റെ ഉപയോഗം കുറക്കുകയും പരമാവധി വെള്ളം വേസ്റ്റായി പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നതും ഈ മസ്ജിദിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആധ്യാത്മികതയ്ക്ക് ഒപ്പം പുത്തൻ സാങ്കേതിക വിദ്യ സമ്മേളിക്കുന്ന ഒരു ആരാധനാലയം കൂടിയാണ് ഗ്രാൻഡ് മസ്ജിദ്. എല്ലാ പള്ളികളിലും മിമ്പറുകൾ ഉണ്ട്. വെള്ളിയാഴ്ചയിലും അതുപോലെ പെരുന്നാളിലും കുത്തുബ നിർവഹിക്കുന്ന മിമ്പർ. എന്നാൽ ഈ മിമ്പർ സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. വെള്ളിയാഴ്ചകളിലും പെരുന്നാൾ ദിവസവും മാത്രമാണ് ഇത് പുറത്തേക്ക് ഇങ്ങനെ റിമോട്ട് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് പുറത്തേക്ക് വരിക. അത് കഴിഞ്ഞ് അകത്തേക്ക് പോകും. സാങ്കേതിക വിദ്യ എങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നതിൻ്റെ പുതിയ സാധ്യത കൂടിയാണ് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ നിർമ്മാണ രീതികളിൽ പരീക്ഷിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യ കലകളെ പുനരുജ്ജീവിപ്പിക്കാനും ആ സാംസ്കാരിക പരിപാടികൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനും എല്ലാമുള്ള അവസരങ്ങൾ ഈ മസ്ജിദിനോട് ചേർന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് അങ്ങനെ ലോകത്തുനിന്ന് ആളുകൾ കടന്നു വരുന്ന ഒന്നാണത്. അപ്പോൾ ഇതിൻ്റെ ഗേറ്റുകൾ നമ്മൾ മക്ക ഗേറ്റ്, മദീന ഗേറ്റ്, ഷാമി ഗേറ്റ്, യമനി ഗേറ്റ് എന്ന് 4 പേരാണ് വെച്ചിരിക്കുന്നത്. അത് വിശ്വോത്തര സംസ്കാരത്തിൻ്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള 4 ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വന്ന് കാണുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ജാമിയൽ ഫുത്തൂഫിലെ അഥവാ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദിലെ വിശേഷങ്ങൾ തീരുന്നില്ല. കാരണം കാണുന്തോറും വിശേഷങ്ങൾ ഏറെ പറയാനുള്ള ഒരു ആത്മീയ കേന്ദ്രമാണിത്. ജാതിക്കും മതത്തിനുമപ്പുറം ഒരു ആത്മീയ മത സൗഹാർദ്ദ കേന്ദ്രം.